അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ബയ്യോ സെല്ലോ ആയിക്കോട്ടെ നമ്മൾ ചെറിയൊരു ലോസിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് സ്പ്രെഡ് കുറവുള്ള എൻട്രീസ് എടുക്കുക എന്നുള്ളതാണ്. ടൈറ്റ് സ്പ്രെഡ് ആണെങ്കിൽ അതൊരു ചീപ്പർ ട്രേഡ് ആയിരിക്കും. അതുപോലെ വൈഡ് സ്പ്രെഡ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിരിക്കും. ഇനി പറയുന്ന 4 കാര്യങ്ങളാണ് മോസ്റ്റ്ലി നമ്മളെ സ്പ്രെഡിനെ എഫക്ട് ചെയ്യുന്ന സംഭവം. ഫസ്റ്റ് വണ്ണ്, നമ്മൾ ഏത് കറൻസി പെയർ ആണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാറും. നോർമലി ഒരുപാട് ട്രേഡ്സ് നടക്കാത്ത കറൻസി പെയർ ആണെങ്കിൽ അതിൽ സ്പ്രെഡ് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ വോൾട്ടേലിറ്റിക്ക് അനുസരിച്ചും മാർക്കറ്റിന്റെ സ്പ്രെഡ് കൂടും കുറയും ചെയ്യും. അതുപോലെ തന്നെ ടൈം ഓഫ് ദ ഡേ, ഇപ്പോൾ മാർക്കറ്റ് ന്യൂയോർക്ക് ടൈമും ലണ്ടൻ ടൈമും ഒക്കെ ആണെങ്കിൽ സ്പ്രെഡ് വളരെ കുറവായിരിക്കും, അല്ലാത്ത ടൈമിൽ സ്പ്രെഡ് വളരെ കൂടുതലുമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ പൊസിഷൻ സൈസിങ്, നമ്മൾ എത്ര ലോട്ട് എടുത്തു അതിനനുസരിച്ചും സ്പ്രെഡിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സ്പ്രെഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ലിക്വിഡിറ്റിനെയും വോൾട്ടേലിറ്റിനെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ സ്പ്രെഡിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് സ്പ്രെഡ് തിന്നില്ല, നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും.